وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله وأن محمدًا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين لكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന മാരകമായ രണ്ട് തിന്മകളെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. പരലോകവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ടുന്ന ഒന്നാണ് അൽ കൗസർ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള നദിയാണ് അൽ കൗസർ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ദുനിയാവിലുമുണ്ട്, പരലോകത്തുമുണ്ട്. സലഫി ആദർശവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ, നിങ്ങൾ ഈ പള്ളിയിലേക്കൊരു ഖുതുബക്ക് വരൂ, ഒരു ക്ലാസ്സിന് വരൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വരില്ല എന്ന് ശാഠ്യം പിടിച്ചു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, അതൊരു തെറ്റിദ്ധാരണയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം നമ്മെപ്പോലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറയുക പോയിട്ട് വിശ്വസിക്കാൻ പോലും ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. ശരിയാണ്, നമ്മെപ്പോലെ ഭക്ഷണം ആവശ്യമുള്ള, വെള്ളം ആവശ്യമുള്ള, അതുപോലെ തന്നെ ഉറക്കം ആവശ്യമുള്ള, ദുർബലതകളുള്ള, അതുപോലെ തന്നെ മരണം ബാധിക്കുന്ന, അങ്ങനെ ഒരു മനുഷ്യന് പ്രാപഞ്ചികമായി പ്രകൃതിദത്തമായി ബാധിക്കുന്നതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഉണ്ടാകാം. എന്നാൽ പ്രവാചകൻ തന്നെ പറഞ്ഞതുപോലെ, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹാ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെടുന്നുണ്ട്.
അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹിക്ക് മാത്രമായി അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ ദുനിയാവിലുണ്ട്. നാളെ പരലോകത്ത് ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതുപോലെ തന്നെ ഷഫാഅത്തിന് അവസരം ലഭിക്കുന്നത്, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ നൽകുന്ന ഒരു അനുഗ്രഹമാണ് നഹ്റുൽ കൗസർ, അൽ കൗസർ എന്ന നദി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ബൈന അൽഹുരിന. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെയായിരുന്നു. ഇത് ഇഗ്ഫാഅത്തൻ, ആ സമയത്ത് റസൂലുള്ളാഹിക്കൊരു ചെറിയ മയക്കം. പ്രവാചകന്മാരുടെ ഉറക്കത്തിൻ്റെ പ്രത്യേകത, അവരുടെ കണ്ണുകൾ ഉറങ്ങിയാലും അവരുടെ മനസ്സുകൾ ഉറങ്ങുകയില്ല. കാരണം പല വഹിയും ഉറക്കത്തിലാണ് അവർക്ക് വരാറുള്ളത്. പ്രവാചകൻ്റെ കണ്ണ് ഒരൽപ്പം മയക്കത്തിലേക്ക് പോയി എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. സുമ്മ റഫഅ റഅസഹു മുതബസ്സിമൻ, പിന്നീട് പുഞ്ചിരിക്കുന്ന മുഖവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ചോദിച്ചു, മാ അൽഹഖക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? റസൂലുള്ളാഹി പറഞ്ഞു, ഉൻസിലത് അലയ്യ ആനിഫൻ സൂറത്തുൻ, ഇപ്പോൾ എനിക്കൊരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടു. എന്നിട്ട് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന സൂറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. പ്രവാചകരെ, തീർച്ചയായും താങ്കൾക്ക് അൽ കൗസർ, അതിനെ നാം നൽകിയിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അത്തദ്റൂന മൽ കൗസർ, അൽ കൗസർ എന്താണ് എന്ന് സ്വഹാബ നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, അല്ലാഹുവിനും റസൂലിനും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജൽ, അത് ഒരു നദിയാണ്, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള നദിയാണ്. അലൈഹി ഖൈറുൻ കസീർ, ധാരാളം നന്മകൾ അടങ്ങിയിട്ടുള്ള ഒരു നദിയാണത്. ഹുവ ഹൗദുൻ തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, ധാരാളം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഹൗദാണത്, അതിൽ നിന്നും എൻ്റെ ഉമ്മത്തിന് ഞാൻ കോരിക്കൊടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സാധാരണ നമ്മൾ ഹൗദുൽ കൗസർ എന്നാണ് പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഹൗദ് വേറെയാണ്, കൗസർ വേറെയാണ്. കൗസർ എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു നദിയാണ്. എന്നാൽ ഹൗദ് അത് മഹ്ശറിലാണ്. എന്താണ് തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, കൗസർ എന്ന നദിയിലുള്ള ആ സ്വർഗത്തിലെ വെള്ളം അത് രണ്ട് പാത്തികളിലൂടെ ഒഴുകി മഹ്ശറിൽ വന്നു ചാടുന്നു. അത് ഒരു വെള്ളത്തിൻ്റെ കൂമ്പാരമായി മാറുന്നതിനെയാണ് ഹൗദ് എന്ന് സാധാരണ പറയാറുള്ളത്. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ്റെ ഉമ്മത്തിന് ആശ്വാസമെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചതാണ് ഹൗദ് എന്നുള്ളത്. ഏറെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ഹൗദിൽ നിന്ന് വെള്ളം കോരിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. മിഅ്റാജിൻ്റെ യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ ആ ഹൗദ് കണ്ടിട്ടുണ്ട്. പ്രവാചകൻ പറയുകയാണ്, അത്തൈതു അലാ നഹരിൻ, ഞാൻ ഒരു നദിയുടെ അരികിലെത്തി. ഹഫതാഹു ഖിബാബുൽ ലുഅ്ലുഇ മുജവ്വഫൻ, ആ നദിയുടെ പ്രത്യേകത അതിൻ്റെ ഇരുകരങ്ങളും ഇരുവശങ്ങളും മുത്തിൻ്റെ ഉള്ളു പൊള്ളയായ മുത്തിൻ്റെ താഴികക്കുടങ്ങളാൽ അഥവാ വലിയ കുബ്ബകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. റസൂലുള്ളാഹി ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ജിബ്രീലെ ഇതെന്താണ്? ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദൽ കൗസർ, അത് കൗസറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു നദിയോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഹൗദോ അല്ല കൗസർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. നമുക്കൊന്നും യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത, നമ്മുടെ ചിന്തകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവർണ്ണനീയമായ ഒന്നാണ് അൽ കൗസർ എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൗളി മസീറത്തു ഷഹർ, എൻ്റെ ഹൗദിൻ്റെ ദൂരം, അതിൻ്റെ വലുപ്പം ഒരു മാസത്തെ വഴിദൂരമാണ്. മാഉഹു അബിയദു മിനൽ ലബൻ, അതിലെ വെള്ളം പാലിനേക്കാൾ വെളുത്തതാണ്.
പാല് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല വെളുത്ത നിറത്തിലുള്ളതാണ്. എന്നാൽ ആ പാലിനേക്കാൾ വെളുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന നിറമുള്ളതാണ് അതിലെ വെള്ളമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വരിയഹു അത്യബു മിനൽ മിസ്ക്, അതിൻ്റെ വെള്ളത്തിൻ്റെ ഗന്ധമാകട്ടെ കസ്തൂരിയേക്കാൾ സുഗന്ധമാണ്. വഅഹ്ലാ മിനൽ അസൽ, ആ വെള്ളത്തിൻ്റെ രുചി തേനിനേക്കാൾ മധുരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ പാലിനേക്കാൾ നിറമുള്ള, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള വെള്ളമായിരിക്കും മഹ്ശറിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിന് കോരിക്കൊടുക്കുക. അത് ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റുള്ള പ്രവാചകന്മാർക്കും അവരുടെ സമുദായങ്ങൾക്കും ഇത്തരത്തിൽ ഹൗദുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. ആ വിഷയത്തിൽ സ്വഹീഹായൊരു ഹദീസ് വന്നിട്ടുണ്ട് എങ്കിലും അതിൻ്റെ സനദിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഏതായാലും ഈ ഉമ്മത്തിന് വേണ്ടി മഹ്ശറിൽ ഹൗദ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലുള്ള ആളുകൾക്ക് വെള്ളം കോരിക്കൊടുക്കുമെന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫമൻ ശരിബ മിൻഹു, അതിൽ നിന്നൊരാൾ കുടിച്ചാൽ ഫലാ യൽമഉ ബഅദഹു അബദാ, അതിനുശേഷം അവൻ ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരു തവണ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ദാഹിക്കുകയില്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രത്തോളം മഹത്വമുള്ളതായിരിക്കും ആ പാനീയമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വകീസാനുഹു കനുജൂമിസ് സമാ, അതിലുള്ള കോപ്പകൾ നക്ഷത്ര സമാനമായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറത, ഒരു മഖ്ബറയുടെ അരികിലേക്കെത്തി. ഖബർ സ്ഥാനുകളുള്ള ഖബറിൻ്റെ അരികിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തി. നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് ഖബറുകൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. അവർക്ക് മുന്നേ യാത്ര പറഞ്ഞ, അവർക്ക് മുന്നേ വിട പറഞ്ഞ ആളുകളിൽ നിന്നും ഗുണപാഠങ്ങൾ സ്വീകരിക്കുവാൻ അവർ ഖബറുകൾ സന്ദർശിക്കുമായിരുന്നു. മണ്ണിനടിയിൽ കിടക്കുന്ന ധനികന്മാർ, ദരിദ്രർ, അതുപോലെ തന്നെ കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും വ്യത്യാസമില്ലാതെ, പണക്കാരനാണെങ്കിലും പണിക്കാരനാണെങ്കിലും വ്യത്യാസമില്ലാതെ, വൃദ്ധരാണെങ്കിലും യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും വ്യത്യാസമില്ലാതെ എല്ലാവരെയും മണ്ണിനടിയിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകനും സ്വഹാബത്തും അടങ്ങുന്ന മുൻഗാമികൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഖബറിനരികിൽ ചെന്ന് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനരികിലെത്തി പറയുകയാണ്, അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. പ്രവാചകൻ സലാം പറഞ്ഞ് ദാ ഞങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ളവരാണ് എന്ന പ്രാർത്ഥനയെല്ലാം നടത്തി. അതിനുശേഷം കൂടെയുള്ള സ്വഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞു, വദിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എൻ്റെ ഇഖ്വാനുകളെ കാണുവാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്. സ്വഹാബ, എൻ്റെ ഇഖ്വാനുകൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെ കാണുവാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് സ്വഹാബ. സ്വഹാബത്തിൻ്റെ ചോദ്യം, അവലസ്നാ ഇഖ്വാനക്, റസൂലേ ഞങ്ങളല്ലയോ താങ്കളുടെ സഹോദരന്മാർ? താങ്കൾ കാണാൻ കൊതിക്കുന്ന, താങ്കൾ കാണാൻ ആഗ്രഹിക്കുന്ന താങ്കളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലയോ? റസൂലുള്ളാഹിയുടെ മറുപടി, അൻതും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. വ ഇഖ്വാനുന അല്ലദീന ലം യഅ്തു ബഅദ്, എൻ്റെ ഇഖ്വാനുകൾ, എൻ്റെ സഹോദരങ്ങൾ അവർ ഇനിയും വരാത്തവരാണ്, അവരിതുവരെ വരാത്തവരാണ്. എന്നെ കാണാത്തവർ, എൻ്റെ മുന്നിലിരുന്ന് ഈ ദീന് പഠിക്കാൻ അവസരം ലഭിക്കാത്തവർ, എന്നെ കാണാതെ എൻ്റെ ചുണ്ടിൽ നിന്ന് ദീന് കേൾക്കാതെ എന്നെ വിശ്വസിച്ചവർ, അവരാണ് എൻ്റെ ഇഖ്വാൻ. പ്രിയമുള്ളവരെ, അത് നമ്മളാണ്. നമ്മളെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ഇഖ്വാൻ, പ്രവാചകൻ്റെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞത്. സ്വഹാബാക്കൾ പ്രവാചകനെ കണ്ടവരാണ്, പ്രവാചകൻ്റെ ചുണ്ടിൽ നിന്ന് ദീന് നേരിട്ട് പഠിക്കാൻ അവസരം ലഭിച്ചവരാണ്. ചന്ദ്രനെ രണ്ടായി പിളർത്തിയത്, അതുപോലെ തന്നെ പ്രവാചകൻ്റെ വിരലുകൾക്കിടയിൽ നിന്ന് വെള്ളം വന്നത്, ഇതെല്ലാം നേരിൽ കണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത്.
പ്രവാചകനെ കണ്ടുകൊണ്ട് വിശ്വസിച്ചവരാണ് സ്വഹാബാക്കൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ പ്രവാചകനെ കാണാതെ, അവിടുന്ന് മുഅ്ജിസത്തിലൂടെ പ്രകടമായ അത്ഭുതങ്ങൾ കാണാതെ പ്രവാചകനിൽ വിശ്വസിച്ചവരാണ് പ്രവാചകൻ്റെ ഇഖ്വാൻ. പ്രവാചകൻ ഒരിക്കൽ പോലും കാണാതെ, പ്രവാചകന്റെ ശബ്ദം ഒരിക്കൽ പോലും കേൾക്കാതെ ത്വാഅതുഹു ഫീമാ അമറ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ, പ്രവാചകൻ കൽപ്പിച്ചതെല്ലാം അനുസരിച്ച്, പ്രവാചകൻ അറിയിച്ചതെല്ലാം സത്യപ്പെടുത്തി, പ്രവാചകന്റെ സുന്നത്തുകളെ സ്നേഹിക്കുന്ന, സുന്നത്തുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നവരാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക്, റസൂലേ, താങ്കളുടെ ഉമ്മത്തിൽപ്പെട്ട ഇന്നേ വരെ വരാത്ത, അഥവാ താങ്കൾ അവരെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ താങ്കൾക്ക് അവരെ മഹ്ശറിൽ വെച്ച് മനസ്സിലാവും? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളിൻ്റെ അവസാനം മരണപ്പെട്ട ആ മനുഷ്യൻ വരെയുള്ള മുഴുവൻ ആളുകളും സമ്മേളിക്കുന്ന മഹ്ശറിൽ താങ്കൾ ഭൂമിയിൽ വെച്ച് ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത താങ്കളുടെ ഇഖ്വാനുകളെ താങ്കൾ എങ്ങനെ മഹ്ശറിൽ വെച്ച് മനസ്സിലാക്കും? സ്വാഭാവികമായൊരു ചോദ്യമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈൽ ഗുർറുൻ മുഹജ്ജലത്തുൻ ബൈന ലഹ്രി ഖൈലിൻ ദുഹ്മിൻ ബുഹ്മിൻ അലാ യഅരിഫു ഖൈലഹു. സഹാബ, നിങ്ങളിൽ ഒരാൾക്ക് ധാരാളം കുതിരകളുണ്ട്, കറുത്ത നിറമുള്ള ധാരാളം കുതിരകൾ, അതിനിടയിൽ മുതുകിലും കാലിലും മുഖത്തും വെള്ള നിറമുള്ള ചില കുതിരകളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവുകയില്ലേ? ധാരാളം കറുത്ത നിറത്തിലുള്ള കുതിരകൾ, എന്നാൽ അതിനിടയിൽ ചില കുതിരകൾ അവയുടെ മുഖത്തും മുതുകിലും കാലിലും വെളുത്ത നിറമാണ്. അങ്ങനെയാണ് എങ്കിൽ ആ കുതിരകളെ നിങ്ങൾക്ക് പ്രത്യേകം തിരിച്ചറിയാൻ സാധിക്കുകയില്ലേ? ബലായ റസൂലല്ലാഹ്, അതേ റസൂലെ, ഞങ്ങൾക്ക് മനസ്സിലാവും. പ്രവാചകൻ പറഞ്ഞു, ഫഇന്നഹും യഅ്തൂന ഗുർറൻ മുഹജ്ജലീന മിനൽ വുദൂ, എങ്കിൽ സ്വഹാബ, എൻ്റെ ആ സമുദായത്തിലെ ഇഖ്വാനുകൾ, എൻ്റെ സഹോദരങ്ങൾ, അവർ പരലോകത്ത് വരുമ്പോൾ വുദൂഇൻ്റെ അടയാളം അവരിൽ പ്രത്യക്ഷമായിരിക്കും. അവരുടെ മുഖവും കൈകാലുകളും വുദൂ ചെയ്തത് കാരണത്താൽ പ്രകാശിക്കുന്നുണ്ടാകും. നല്ല തണുപ്പുള്ള സമയത്തും നല്ല ക്ഷീണമുള്ള പ്രയാസമുള്ള സമയത്തും അതെല്ലാം സഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രീതി ആഗ്രഹിച്ച് വുദൂ ചെയ്ത് നിസ്കരിച്ചവരാണവർ. ആ അടയാളം അവരുടെ മുഖത്തും കൈകാലുകളിലും പ്രത്യക്ഷമായിരിക്കും. എനിക്കവരെ മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമ്മളെ കാണും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമ്മളെ തിരിച്ചറിയും. ഇന്ന് വരെ നമ്മളെ കണ്ടിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹ്ശറ വൻസബയിൽ നമ്മളെ തിരിച്ചറിയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅന ഫറതുഹും അലൽ ഹൗദ്, ഹൗദിൽ അവരെ മുൻകടന്ന് അവർക്ക് വെള്ളം നൽകുവാൻ ഞാൻ ആദ്യമെത്തും. തരിദു അലയ്യ ഉമ്മത്തി അൽ ഹൗദ്, എൻ്റെ സമുദായത്തിന് ഞാൻ വെള്ളം കോരിക്കൊടുക്കും. അലാ ലയുദാദന്ന റിജാലുൽ അൻ ഹൗദി കമാ യുദാദുൽ ബഈറുദ് ദാൽ, എന്നാൽ ചില ആളുകൾ അവരെ ഹൗദിൻ്റെ അരികിൽ നിന്നും ആട്ടി ഓടിക്കും. എൻ്റെ സമുദായത്തിൽപ്പെട്ട വെള്ളം കുടിക്കാൻ വേണ്ടി എന്നെ അരികിലേക്ക് വരുന്ന ചില ആളുകൾ അവരെ അതിനരികിൽ നിന്നും ആട്ടി ഓടിക്കും. ഏതുപോലെ? ഒരാൾ അയാളുടെ ഒട്ടകങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വെള്ളശേഖരം ഉണ്ടാക്കി. എന്നാൽ വഴി തെറ്റിപ്പോകുന്ന വേറൊട്ടകങ്ങൾ അതിലേക്ക് വെള്ളം കുടിക്കാൻ വരുമ്പോൾ അതിൽ നിന്നും ആട്ടി ഓടിക്കുന്നത് പോലെ ചില ആളുകളെ ആട്ടി ഓടിക്കും. പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ വരുമ്പോൾ മലക്കുകൾ ചില ആളുകളെ ആട്ടി ഓടിക്കും. റസൂലുള്ളാഹി പറയുകയാണ്, ഉനാദീഹും, ഞാൻ അവരെ വിളിക്കും. അലാ ഹലുമ്മ, നിങ്ങൾ വരൂ, നിങ്ങൾക്കും വെള്ളം തരാം, നിങ്ങൾ വരൂ. ഫയുഖാൽ, എന്നാൽ പ്രവാചകനോട് പറയും, ഇന്നഹും ഖദ് ബദ്ദലൂ ബഅദക്, പ്രവാചകരെ, അവർ
താങ്കൾക്ക് ശേഷം ഈ ദീനിൽ മാറ്റങ്ങൾ വരുത്തിയവരാണ്. ഈ ദീനിൽ താങ്കൾ പഠിപ്പിക്കാത്ത പല ആചാരങ്ങളും കൊണ്ടുവന്ന് ഈ ദീനിനെ മാറ്റിയവരാണവർ. അവർ ബിദ്അത്തുകൾ ചെയ്തവരാണ്. പുതിയ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ലതല്ലേ പുണ്യമല്ലേ എന്ന് പറഞ്ഞ് ദീനിലേക്ക് കൊണ്ടുവന്നവരാണവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്തൻ സുഹ്തൻ, ദൂരെ പോ ദൂരെ പോ. മറ്റൊരു റിപ്പോർട്ടിൽ പ്രവാചകൻ പറയുന്നതാണ്, ഇന്നഹും മിന്നീ. ചില ആളുകളെ മലക്കുകൾ ആട്ടി ഓടിക്കുമ്പോൾ പ്രവാചകൻ പറയും, അവരും എന്നിൽപ്പെട്ടവരാണ്, അവരും എൻ്റെ ഉമ്മത്താണ്. റസൂലുള്ളാഹിയോട് പറയും, ഇന്നക ലാ തദ്രീ മാ ബദ്ദലൂ ബഅദക്. പ്രവാചകരെ, താങ്കൾക്ക് ശേഷം എന്താണ് അവർ ഈ ദീനിൽ മാറ്റം വരുത്തിയത് എന്ന് താങ്കൾക്കറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്തൻ സുഹ്തൻ ലിമൻ ബദ്ദല ബഅദീ. എനിക്ക് ശേഷം ഈ ദീനിൽ മാറ്റം വരുത്തിയവരെ നിങ്ങൾ ദൂരെ പോ ദൂരെ പോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റുമെന്നാണ്. പ്രിയമുള്ളവരെ, ഹൗദുൽ കൗസറിലെ ഇത്രയും മഹത്വമുള്ള ഇത്രയും മധുരമുള്ള ഈ വെള്ളം കുടിക്കാൻ അവസരം ലഭിക്കാത്തവർ ദീനിൽ ബിദ്അത്തുകൾ ചേർത്തവരാണ്, അത് ചെയ്തു നടന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ചില ആളുകൾ അവരുടെ പോക്കറ്റ് നിറക്കാൻ, അവരുടെ വയറ് നിറക്കുവാൻ ദീനിൻ്റെ അധ്യാപനങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റി ദുനിയാവിൻ്റെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ദീനിൻ്റെ ആയത്തുകളെയും ദീനിൻ്റെ അധ്യാപനങ്ങളെയും തുച്ഛമായ വിലക്ക് വിൽക്കുന്ന ചില പുരോഹിതന്മാർ, ചില ഉസ്താദുമാർ അവരുടെ ആ ആയത്തുകളെ, അവരുടെ അധ്യാപനങ്ങളെ തൊണ്ട തൊടാതെ തെളിവ് നോക്കാതെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് അങ്ങനെ മരണപ്പെട്ടു പോയി അവസാനം മഹ്ശറിലെത്തി ഹൗദിൽ നിന്ന് വെള്ളം കുടിക്കാൻ വരുമ്പോൾ ദൂരെ പോയെന്ന് പറയുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ഉൾപ്പെടുമെങ്കിൽ പ്രിയമുള്ളവരെ, എത്ര ഗൗരവമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ എന്തു പഠിപ്പിച്ചുവോ അത് മാത്രം പ്രാവർത്തികമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകളുടെ ജീവിതത്തിലുള്ളതെല്ലാം ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തതെല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ സുന്നത്തിനെ സ്നേഹിച്ച് സുന്നത്ത് പിൻപറ്റി സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള നല്ല തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ദീനിൻ്റെ പേരിൽ ഉണർത്തുകയാണ്. പ്രിയമുള്ളവരെ, 2-3 ദിവസമായി നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള മണത്തലയിൽ നേർച്ച എന്ന പേരിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്റർ ഇപ്പുറമുള്ള നമ്മുടെ നാട്ടിൽ പോലും അതിൻ്റെ സ്വാധീനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡുകൾ ബ്ലോക്കായി, വാഹനങ്ങൾ നമ്മുടെ അങ്ങാടിയിൽ നിന്നും മറ്റു വഴികളിലൂടെ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദീനിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഒരു കർമ്മത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ നേർച്ച എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 23 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമകൾ പ്രവാചകനായി ജീവിച്ചു. പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത് 1,00,000 ചില്ലാനം സ്വഹാബാക്കൾ ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 100 വർഷം സ്വഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. 30 വർഷത്തോളം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്ന ഖുലഫാഉർ റാഷിദുകൾ രാജ്യം ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം താബിഉകളും തബഉ താബിഉകളും മദ്ഹബിൻ്റെ ഇമാമുമാരും എല്ലാം കടന്നു വന്നു. ആ സലഫുസ് സ്വാലിഹുകളുടെ ജീവിതത്തിലോ അവർ പഠിപ്പിച്ച അധ്യാപനങ്ങളിലോ ഈ രൂപത്തിലുള്ള ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ഇനി നേർച്ച കൊണ്ടാടുന്നവർ ഷാഫി മദ്ഹബാണ് എന്നാണ് പറയുന്നത്. ഷാഫി മദ്ഹബിൽ ഷാഫി ഇമാമിലേക്കാണല്ലോ അത് ചേർക്കപ്പെടുന്നത്. ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരധ്യാപനങ്ങളിലും ഇത്തരത്തിലുള്ള ആഘോഷം കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇനി ഷാഫി
മദ്ഹബിലെ പണ്ഡിതന്മാർ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ പ്രഗത്ഭരായ ധാരാളം പണ്ഡിതന്മാരും ലക്ഷക്കണക്കിന് കിതാബുകളും കടന്നു വന്നിട്ടുണ്ട്. അതിലൊരു വരി പോലും ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ ഇസ്ലാമിലുള്ളതാണ് എന്ന അർത്ഥത്തിൽ അതിന് തെളിവ് നൽകിയതോ അതിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതോ ഒന്നും നമുക്ക് കാണുക സാധിക്കുന്നില്ല. അതുമാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് വളരെ എതിരായ, പ്രവാചകൻ എന്തു പ്രാർത്ഥിച്ചോ ആ പ്രാർത്ഥനയ്ക്കെതിരായ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, അല്ലാഹുവേ എൻ്റെ ഖബറിനെ നീ ഈദാക്കി മാറ്റരുതേ. വർഷാവർഷം ആണ്ട് നേർച്ച കഴിക്കുന്ന, വർഷാവർഷം ഉത്സവം നടത്തുന്ന ആളുകൾ വിളിച്ചുകൂട്ടി നേർച്ച എന്ന പേരിലും മറ്റ് പേരുകളിലും ഭക്ഷണം നൽകിയും അവരെ കൊണ്ട് അവിടെയുള്ള ആ ഖബറിനരികിൽ സുജൂദ് ചെയ്യിപ്പിച്ചും അവിടെയുള്ള മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടും അങ്ങനെ ആ ഖബറിനരികിൽ ഒരു ഉത്സവം ഉണ്ടാക്കുന്ന രൂപത്തിൽ നീ എൻ്റെ ഖബറിനെ മാറ്റരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അതാണ് ഇന്ന് നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഖേദകരമെന്ന് പറയട്ടെ, പല ആളുകളും അവരുടെ ചെറിയ കുട്ടികളെയും കൂട്ടിയാണ് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾക്ക് പോകുന്നത്. വെറുതെ കാണാൻ വേണ്ടി, അതിന് രസത്തിന് വേണ്ടി, അതിനൊരു വിശ്വാസവുമില്ല, എന്നാൽ കാണാൻ വേണ്ടി അതിനു വേണ്ടി പോകുന്ന ആളുകൾ ചെറിയ കുട്ടികളെ കൂട്ടി. ആ കുട്ടികൾ ഇത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് ഇസ്ലാമികമാണ് എന്നും ഇത് നമ്മൾ കൊണ്ടാടേണ്ടുന്ന ഒരു ആചാരമാണ് എന്നും വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നും അവരുടെ ഫിത്രത്തിൽ, അവരുടെ ഹൃദയത്തിൽ, ആ ശുദ്ധ പ്രകൃതിയിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ വലുതാവുമ്പോൾ, അവർ വളർന്നു വരുമ്പോൾ തൗഹീദിനെ സ്നേഹിക്കുന്ന, ബിദ്അത്തുകൾക്കെതിരെ സംസാരിക്കുന്ന കുട്ടികളായി അവരെങ്ങനെ മാറും? അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ഖുറാഫാത്തുകളിൽ നിന്നും പൂർണ്ണമായി നമ്മൾ വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും അതുപോലെ തന്നെ സുന്നത്തിനെ സ്നേഹിക്കുകയും സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഖബറുകൾ അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ നമ്മളെ മോനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നമ്മളെ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ് ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.